It's Tailfrog, let's fly, let's fly. It's Tailfrog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 1984 പുറത്തിറങ്ങിയ റൊമാൻസിംഗ് ദ സ്റ്റോൺ എന്ന ഒരു അടിപൊളി ട്രഷർ ഹണ്ടിങ് മൂവിയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് എന്റെ ബിസിനസ് ടീമാണ്. നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുകയും അതുവഴി നിങ്ങളുടെ ബിസിനസ് കൂട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ബിസിനസ് ടീമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവരാണ് എന്റെ ബിസിനസ് ടീം. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. കൂടാതെ അഡ്വർടൈസ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബിസിനസ് ബിൽഡിംഗ്, അങ്ങനെ ഒരുപാട് സർവീസുകൾ എന്റെ ബിസിനസ് ടീം ചെയ്തു നൽകുന്നുണ്ട്. ടെയിൽ ഫ്രോഗിന്റെ സബ്സ്ക്രൈബേഴ്സിന് 20% വരെ ഓഫ് തരാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വിളിക്കുന്ന സമയത്ത് ടെയിൽ ഫ്രോഗിനെ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കണ്ട. കൂടുതൽ ഡീറ്റെയിൽസുകളും എന്റെ ബിസിനസ് ടീമിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും ഒന്ന് കയറി നോക്കണേ. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. Hey, it's Tailfrog. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു മരുഭൂമിയുടെ നടുവിലായിട്ടുള്ള ഒരു ചെറിയ വീട് കാണിക്കുകയാണ്. ഈ ഒരു വീടിന്റെ വാതിലും ചവിട്ടി പൊളിച്ചിട്ട് ഇപ്പോ ഒരു കൊള്ളക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വീടിന്റെ ഉള്ളില് ഒരു ലേഡി ഉണ്ടായിരുന്നു. ഇപ്പൊ അവളുടെ നേരെ ഈ വന്നിട്ടുള്ള കൊള്ളക്കാരൻ ഒരു ഗണ്ണ് ചൂണ്ടിയിട്ട് ചോദിക്കുകയാണ്, ആ ട്രഷർ നീ എവിടെയാണ് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചെന്ന് ഈ ഒരു വന്ന കൊള്ളക്കാരൻ ചോദിക്കുകയാണ്. ഇപ്പോ വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ബാഗ് ഈ ഒരു ലേഡി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അയാള് ഈ ഒരു ബാഗ് എടുക്കാനായിട്ട് പോയ അതേ സമയത്ത് തന്നെ ഇവളുടെ കാലിൽ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്ന ഒരു കത്തി എടുത്തിട്ട് ഇയാളുടെ നെഞ്ചത്തേക്ക് തന്നെ അവൾ എറിയാണ്. കത്തി നെഞ്ചത്ത് കയറി അതേ സമയത്ത് തന്നെ ഇയാള് മരിച്ചവിടെ വീഴുന്നുണ്ട്. ഇപ്പോ അവള് നടന്നു വന്നിട്ട് മരിച്ചു കിടക്കുന്ന അയാളുടെ മേത്തേക്ക് ചവിട്ടുകയാണ്. ഇവളുടെ ഫാമിലിയെ മുഴുവനും കൊന്നത് ഇയാളും ഇയാളുടെ കൊള്ള സംഘവും കൂടിയിട്ടാണ്. ആ ഒരു പക അത് വീട്ടാനായിട്ട് അവൾക്ക് സാധിച്ചതില് ഇപ്പൊ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ആ ഒരു ട്രഷർ എടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് പോവാണ്. ഈ മരിച്ചുപോയ ആളുടെ കൂട്ടാളികൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇപ്പൊ ഇവര് അവളെ കൊല്ലാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് കുതിരപ്പുറത്ത് ഒരു കൗബോയ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ചിട്ട് അവിടേക്ക് വന്നിട്ടുള്ള കൊള്ളക്കാരൻ മുഴുവനും ഇവൻ വെടിവെച്ച് കൊല്ലുകയാണ്. ഈ ഒരു ലേഡിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ആ ഒരു ട്രഷർ ഇട്ട് വെച്ചിട്ടുള്ള ബാഗ് എടുത്തിട്ട് അയാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇവനെ കണ്ട സമയത്ത് തന്നെ അവന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് ഒരുപാട് സ്നേഹത്തോടെ അവനെ ചുംബിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഈ ഒരു ട്രഷറുമായിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയിട്ട് അവിടെ സുഖമായിട്ട് ജീവിക്കുകയാണ്. ഇപ്പൊ കാണിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ കഥയിലെ നായികയായിട്ടുള്ള ജെൻ വൈൽഡർ എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. അതെ, അവളൊരു നോവലിസ്റ്റ് ആണ്. ഒരുപാട് നോവലുകൾ ഇങ്ങനെ എഴുതി കൂട്ടിയിട്ടുണ്ടെങ്കിലും അവൾ വലിയ ഫേമസ് ഒന്നും ആയിട്ടില്ല. പക്ഷെ ഈ ഒരു നോവൽ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് അതിൽ ഒരുപാട് ആത്മവിശ്വാസം തോന്നുകയാണ്. ഇവൾ എഴുതി വെച്ചിട്ടുള്ള ഈ ഒരു സീൻ വായിച്ചിട്ട് അവള് തന്നെ കരഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോ കരച്ചിൽ നിർത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടിഷ്യൂ പേപ്പർ മുഴുവൻ കഴിഞ്ഞു പോവാണ്. അതുകൊണ്ട് തന്നെ ഇവളുടെ വീട് മുഴുവനും ടിഷ്യൂ പേപ്പറിനായിട്ട് അവളിങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. പക്ഷെ എവിടെയും ടിഷ്യൂ പേപ്പർ ഒന്നും കാണാനായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിന്റെ മുകളിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന 1-2 സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് അവൾ മുഖം തുടങ്ങിയാണ്. എന്നിട്ട് ഇപ്പൊ നേരെ വന്നിട്ട് അവിടെ ഒരു സോഫയിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു നോവൽ എഴുതി തീർത്തതിന്റെ ആ ഒരു സന്തോഷത്തില് ഒരു വൈൻ ബോട്ടിലൊക്കെ പൊട്ടിച്ച് അതങ്ങ് ആഘോഷിക്കുകയാണ്. ഇവൾ എഴുതുന്ന നോവലുകളൊക്കെ ഫാന്റസി ആ ഒരു ജോണറിൽ പെടുന്ന നോവലുകളാണ്. ഇവളുടെ നോവല് ആ ഒരു നായികയെ രക്ഷപ്പെടുത്താനായിട്ട് വരുന്ന കൗബോയ്, അതുപോലുള്ള ഒരാളെ ഇവൾക്ക് ബോയ് ഫ്രണ്ട് ആയിട്ട് കിട്ടണമെന്ന് അവളിപ്പോ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അടിച്ച് കിണ്ടിയായിട്ട് ഇപ്പൊ അവള് സൈഡായിട്ട് അവിടെ വീഴാണ്. പിറ്റേ ദിവസം രാവിലെ ഇവള് എണീറ്റ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം പോയിട്ടുണ്ട്. ഇവൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു പബ്ലിഷറെ കാണാനായിട്ട് പോകാനുണ്ട്. അതായത് ഇവളിപ്പോ എഴുതി തീർത്തിട്ടുള്ള ആ ഒരു നോവല് ഈ ഒരു പബ്ലിഷർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവള് പോകുന്നത്. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ചടപടാന്ന് റെഡി ആയിട്ട് ഇവൾ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു നോവലുമായിട്ട് ഇപ്പോ അവളുടെ വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവളുടെ അയൽവാസമായിട്ടുള്ള ഒരു അമ്മച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് നിനക്ക് വന്നിട്ടുള്ള കൊറിയർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാക്കറ്റ് നോക്കുന്ന സമയത്ത് തന്നെ അവൾ ഞെട്ടി പോവാണ്. കാരണം കുറച്ച് നാളുകൾക്ക് മുന്നേ അവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ ആരോ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മരിക്കുന്നതിന് മുന്നേ ഇവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് അയച്ചിട്ടുള്ള ഒരു കൊറിയർ ആയിരുന്നു അത്. ഇപ്പോ ഇത് തുറന്നു നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ അവൾ ആ ഒരു പാക്കേജുമായിട്ട് ഈ ഒരു പബ്ലിഷറെ കാണാനായിട്ട് പോവാണ്. ഇവൾ അവിടുന്ന് പോയ അതേ സമയത്ത് തന്നെ ഇവളുടെ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ മുന്നിലേക്ക് ഒരാൾ വരുന്നുണ്ട്. ഇയാളാണ് നമ്മുടെ ഈ ഒരു കഥയിലെ വില്ലനായിട്ടുള്ള സോളോ. സോളോ അവന്റെ കയ്യിലുള്ള ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഈ ഒരു റൂം കുത്തി തുറക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവരുടെ അപ്പാർട്ട്മെന്റിന്റെ ആ ഒരു സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോ നീ എന്താ അവിടെ ചെയ്യുന്നതെന്നൊക്കെ സോളോനോട് ചോദിക്കുകയാണ്. സോളോ പിന്നൊന്നും നോക്കിയില്ല, അവന്റെ കയ്യിലിരുന്ന ആ ഒരു കത്തി വെച്ചിട്ട് അയാളെ കുത്തി അങ്ങോട്ട് കൊല്ലുകയാണ്. എന്നിട്ട് ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ വാതിൽ കുത്തി തുറന്നിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജെന്നിനെ കാണിക്കുന്നുണ്ട്. അവളാണെന്നുണ്ടെങ്കിൽ ഗ്ലോറിയ എന്ന് പറഞ്ഞിട്ടുള്ള അവളുടെ പബ്ലിഷറുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളെ എഴുതി തീർത്തിട്ടുള്ള ആ ഒരു നോവല് ഗ്ലോറിയക്ക് കൊടുക്കുന്നുണ്ട്. ഗ്ലോറിയ ഈ ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, കുറച്ച് നാളുകൾക്ക് മുന്നേ നിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയെന്ന് പറഞ്ഞില്ലായിരുന്നോ? ചേച്ചിയോട് ഇവിടെ അമേരിക്കയിൽ നിന്റെ കൂടെ വന്ന് നിൽക്കാനായിട്ട് പറഞ്ഞൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്.
ജെന്നിപ്പോ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പ്രാവശ്യം എന്റെ കൂടെ ഇവിടെ വന്ന് താമസിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചതാണ്. പക്ഷെ കൊളംബിയ വിട്ടിട്ട് വരാനായിട്ട് ചേച്ചിക്ക് ഒട്ടും താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ഇതേ സമയത്ത് തന്നെ കൊളംബിയയിലുള്ള അവളുടെ ചേച്ചീനെ കാണിക്കുകയാണ്. ചേച്ചി ഇപ്പോ പതിവ് പോലെ അവളുടെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഗ്യാരേജിൽ നിന്നും അവരുടെ കാറ് ഇപ്പൊ പുറത്തേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് അവർ ഗ്യാരേജിന്റെ ഡോർ അടയ്ക്കാനായിട്ട് പോയതാണ്. അങ്ങനെ ഡോറൊക്കെ അടച്ചിട്ട് തിരിച്ചു വരുന്ന ആ ഒരു സമയത്ത് ഇവളെ തന്നെ നോക്കിയിട്ട് ഒരു പയ്യൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ ഒരു കയറിന്റെ അറ്റത്ത് കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് നടന്നിട്ട് ആ ഒരു കാറിന്റെ അടുത്ത് വന്ന അതേ സമയത്ത് തന്നെ ഈ ഒരു പയ്യൻ ആ ഒരു കയറ് കറക്കി ഇവരുടെ നേരെ എറിയാണ്. ഇത് നേരെ വന്നിട്ട് അവരുടെ കഴുത്തിൽ തട്ടിയിട്ട് ആ ഒരു കഴുത്തിൽ അങ്ങ് ചുറ്റുന്നുണ്ട്. ഇപ്പൊ അവര് ബോധം കെട്ടിട്ട് ആ ഒരു കാറിലേക്ക് തന്നെ വീഴാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ ഒരു പയ്യൻ ഓടി വന്നിട്ട് ആ ഒരു കാർ സ്റ്റാർട്ട് ആക്കിയിട്ട് അവിടുന്ന് പോവുകയാണ്. ആ ഒരു സിറ്റി കൂടെ ഒട്ടും കൺട്രോൾ ഇല്ലാതെ അതിലെ പോകുന്ന മറ്റുള്ള കാറുകളൊക്കെ ഇടിച്ച് പരിപ്പാക്കിയിട്ട് അവൻ ആ ഒരു ഹൈവേ കൂടെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയിട്ട് ഒരു ഹാർബറിന്റെ അടുത്ത് എത്തുന്നുണ്ട്. ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ ഇവന് പൈസ കൊടുക്കുകയാണ്. എന്നിട്ട് ജെന്നിന്റെ ചേച്ചീനെ ഒരു ബോട്ടിലേക്ക് കയറ്റിയിട്ട് കടലിൽ നിർത്തിയിട്ടുണ്ടായിരുന്ന മറ്റൊരു വലിയ ബോട്ടിലേക്ക് പോവാണ്. ഇതൊക്കെ കണ്ടിട്ട് റാൽഫ് എന്ന് പേരുള്ള ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവനിപ്പോ നേരെ നടന്നു വന്നിട്ട് അവന്റെ കസിനോട് ചോദിക്കുകയാണ്, ഈ ഒരു പരിപാടിയൊക്കെ നീ നിർത്തി എന്നല്ലേ പറഞ്ഞത്, എന്തിനാണ് വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. കസിൻ ഇപ്പൊ പറയാണ്, എടാ നമ്മളെന്തായാലും ഇതുപോലുള്ള പരിപാടികളൊക്കെ നിർത്താനായിട്ട് പോവല്ലേ, അപ്പോ നമുക്കൊന്ന് സെറ്റിൽ ആവാനായിട്ട് ഒരുപാട് ക്യാഷ് ആവശ്യമുണ്ട്. ഈ ഒരു പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് 100 കോടിയാണ്. അതോടെ നമുക്ക് എല്ലാ പരിപാടിയും നിർത്തിയിട്ട് നൈസായിട്ട് സെറ്റിൽ ആവാം എന്നിങ്ങനെ പറയുന്നുണ്ട്. റാൽഫിന്റെ കസിൻ ഇവരുടെ ഈ ഒരു ബിൽഡിംഗില് ഒരുപാട് മുതലകളെ വളർത്തുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതിന് കഴിക്കാനായിട്ട് ഇറച്ചി ഇങ്ങനെ താഴേക്ക് ഇട്ടുകൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ജീനെ കാണിക്കുകയാണ്. അവള് തിരിച്ച് അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുണ്ട്. അകത്ത് കയറി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടുള്ള എല്ലാ സാധനവും ഇങ്ങനെ വലിച്ചു വാരി നിലത്തേക്ക് ഇട്ടേക്കാണ്. ഇത് കണ്ടിട്ട് ജെൻ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ അവളുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൗണ്ട് കേട്ടിട്ട് അവൾ ഒന്നുകൂടി പേടിക്കുകയാണ്. ഇപ്പൊ മെല്ലെ മെല്ലെ നടന്നിട്ട് ആ ഒരു ഫോണിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച സമയത്താണെന്നുണ്ടെങ്കിൽ അവളുടെ ചേച്ചീന്റെ ശബ്ദമായിരുന്നു അവൾ കേൾക്കുന്നത്. ചേച്ചി ഇപ്പൊ അവളോട് പറയാണ്, എന്നെ കുറച്ച് ആളുകൾ ചേർന്നിട്ട് തട്ടിക്കൊണ്ട് വന്നേക്കാണ്. എന്റെ ഹസ്ബൻഡ് മരിക്കുന്നതിന് മുന്നേ നിനക്കൊരു കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ളത് ഒരു മാപ്പാണ്. ആ ഒരു മാപ്പിന് വേണ്ടിയിട്ടാണ് ഇവരെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നീ പെട്ടെന്ന് ആ ഒരു മാപ്പായിട്ട് ഇങ്ങോട്ടേക്ക് വാ. ആ മാപ്പ് ഇവർക്ക് കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇവരെന്നെ കൊന്നു കളയും എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞ് പറയുന്നുണ്ട്. ഇപ്പൊ ഫോൺ കട്ടാവാണ്. ജീനയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൊറിയർ ഇപ്പോഴാണ് പൊളിച്ചു നോക്കുന്ന സമയത്ത് അതിനകത്തൊരു മാപ്പായിരുന്നു. അത് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്ന വലിയൊരു ട്രഷറിലേക്കുള്ള മാപ്പാണെന്നുള്ളത് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. വില്ലനായിട്ടുള്ള സോളോയും ഇവളുടെ ഈ ഒരു വീട്ടിലേക്ക് വന്നത് ഈ ഒരു മാപ്പിന് വേണ്ടിയിട്ടാണ്. ജെന്നിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ കൊന്നതും സോളോ തന്നെയാണ്. അവള് പിന്നെ ഒന്നും ആലോചിച്ചിട്ടില്ല. ആ ഒരു മാപ്പ് എടുത്തിട്ട് ഒരു ടാക്സി പിടിച്ചിട്ട് എയർപോർട്ടിലേക്ക് പോവാണ്. എന്നാൽ സോളോയും ഒരു കാറിൽ ഇവളെ പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ജെന്നിപ്പോ കൊളംബിയയിൽ എത്തിയേക്കാണ്. കാർത്തജന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവളുടെ ചേച്ചി ഉള്ളത്. ഇപ്പോ അങ്ങോട്ടേക്ക് പോകാനുള്ള ബസ് ഏതാന്നുള്ളത് അവിടെയുള്ള ആളുകളോടൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള ആളുകൾക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോ അങ്ങോട്ടേക്ക് പോകാനുള്ള ബസ് കണ്ടുപിടിക്കാനായിട്ട് അവളിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ സോളോ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സോളോ വന്നിട്ട് ഇവളോട് സംസാരിച്ചത് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ജെന്നിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇത്രയും നേരം ഇംഗ്ലീഷ് അറിയുന്ന ഒരാളെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കാർത്തജന എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോ അങ്ങോട്ടേക്ക് പോകാനുള്ള ബസ് ഏതാന്നുള്ളത് ഒന്ന് കാണിച്ചു വരുമെന്ന് അവള് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അയാളാണെന്നുണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്ന ഒരു ബസ് ചൂണ്ടിക്കാണിച്ചിട്ട് സോളോ അവളോട് പറയാണ്, ഈ ഒരു ബസ്സാണ് കാർത്തജനയിലേക്ക് പോകുന്നത്. അവള് സോളോയോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവളുടെ പെട്ടിയും പൊക്കണമൊക്കെ എടുത്തിട്ട് ആ ഒരു ബസ്സിലേക്ക് കയറുകയാണ്. സോളോയും ഈ ഒരു ബസ്സിലേക്ക് തന്നെ കയറുന്നുണ്ട്. ജെന്നിനെ കൂട്ടാനായിട്ട് റാൽഫ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബസ് എടുത്ത സമയത്താണ് റാൽഫ് ജെന്നിനെ കാണുന്നത്. ഇപ്പോ അവനാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഉറക്കെ വിളിച്ചൊക്കെ പറയുന്നുണ്ട്, ഇത് കറക്റ്റ് ആയിട്ടുള്ള ബസ്സല്ല, കാർത്തജനയിലേക്ക് ഈ ഒരു ബസ്സിലല്ല പോകേണ്ടതെന്നൊക്കെ വിളിച്ച് കൂവിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജെന്ന് ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു ബസ് ഒരുപാട് ദൂരം പോകുന്നുണ്ട്. ജെന്നാണെന്നുണ്ടെങ്കിൽ ബസ്സിന്റെ ഉള്ളിൽ കിടന്നിട്ട് നല്ല രീതിക്ക് ഉറങ്ങുകയാണ്. ഇപ്പോ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കുന്നും മലയും കാടൊക്കെ നിറഞ്ഞിട്ടുള്ള ഏതോ ഒരു പ്രദേശത്ത് കൂടിയാണ് ഈ ഒരു ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് കാർത്തജനയിലേക്ക് പോകുന്ന റൂട്ട് ഇതാണോന്ന് അവൾക്കൊരു ഡൗട്ട് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവൾ അവിടെ നിന്ന് എണീറ്റിട്ട് ആ ഒരു ഡ്രൈവറിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഫ്രഞ്ചില് അവൾക്ക് അറിയുന്ന രീതിയിലൊക്കെ അയാളോട് ചോദിക്കുകയാണ്, ഈ ബസ് പോകുന്നത് കാർത്തജനയിലേക്കാണോന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവള് പറയുന്ന ഒരു കാര്യവും നമ്മുടെ ഡ്രൈവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇവൾ എന്ത് തേങ്ങയാണ് പറയുന്നതെന്ന് വിചാരിച്ചിട്ട് അയാൾ തിരിഞ്ഞ് ഇവിടെ നോക്കുകയാണ്. ഇവളാണെന്നുണ്ടെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അയാളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. ഇയാള് ഇവളോട് സംസാരിക്കാനായിട്ട് തിരിഞ്ഞതുകൊണ്ട് തന്നെ റോഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്ന ഒരു ജീപ്പ് അത് ഇയാൾ കാണുന്നുണ്ടായിരുന്നില്ല. നേരെ ചെന്നിട്ട് ആ ഒരു ജീപ്പിലേക്ക് തന്നെ ഇവരുടെ ബസ് ഇടിച്ചങ്ങ് കയറ്റി കൊടുക്കുകയാണ്. ഈ ഒരു ബസ് മുന്നോട്ട് എടുക്കാൻ പറ്റുന്നില്ല, ബാക്കോട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിൽ അവിടെ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. ഈ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാർ മുഴുവനും അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അവിടുന്ന് അവരുടെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ബസ്സിൽ നിന്ന് ഇറങ്ങി മെല്ലെ നടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ജെന്നാണെന്നുണ്ടെങ്കിൽ അവളുടെ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് ഇവരുടെ പുറകെ തന്നെ പോകാനായിട്ട് തുടങ്ങുകയാണ്. സോളോ ഇപ്പൊ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാട്ടുപാതയാണ്. ഈ ഒരു ഭാഗം ഒന്നും ശരിക്കും അറിയാത്ത ആൾക്കാർ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അവസാനം എന്തെങ്കിലും അപകടത്തിൽ പോയി ചാടുന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇവിടെ 10 മിനിറ്റ് ഇടവിട്ടിട്ട് ഒരുപാട് ബസ്സുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ബസ് വരും. അപ്പൊ ആ ഒരു ബസ്സിൽ കയറി പോയിക്കോന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജെന്നിനും ഒരു ആശ്വാസം ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ബസ് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവളുടെ പെട്ടി അവിടെ വെച്ചിട്ട് അതിന്റെ മുകളിൽ ബസ്സും കാത്തങ്ങനെ ഇരിക്കുകയാണ്. സോളോ ഇപ്പൊ കുറച്ച് മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. ഈ ബസ്സിൽ വന്നിട്ടുണ്ടായിരുന്ന ആളുകൾ മുഴുവനും ആ ഭാഗത്ത് പോയി എന്ന് ഉറപ്പായി
കഴിഞ്ഞപ്പോ സോളോ അവന്റെ ഗണ്ണുമായിട്ട് ജെന്നിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു തോക്ക് ചൂണ്ടിയിട്ട് നിന്റെ കയ്യിലുള്ള ആ ഒരു മാപ്പ് എനിക്ക് തരാനായിട്ട് പറയാണ്. ജെന്നിപ്പോ പേടിച്ചു കുറച്ച് അങ്ങനെ നിൽക്കാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ കൗബോയിനെ പോലെ ഹാറ്റൊക്കെ വെച്ചിട്ട് ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവന്റെ പേര് ജാക്ക് എന്നാണ്. ഈ ബസ് ഇടിച്ചു കയറിയത് ജാക്കിന്റെ ജീപ്പിലേക്കാണ്. ജാക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ജീപ്പ് അവിടെ ഇട്ടിട്ട് കാടിന്റെ ഉള്ളിൽ ചുറ്റിക്കറങ്ങാനായിട്ട് പോയതായിരുന്നു. തിരിച്ചു വന്ന് നോക്കുന്ന സമയത്താണ് ഇവൻ ഈ ഒരു കാഴ്ച കാണുന്നത്. ജാക്ക് അങ്ങോട്ടേക്ക് വന്നത് കണ്ടപ്പോ സോളോ അവന്റെ നേരെ ഗണ്ണ് ചൂണ്ടുന്നുണ്ട്. എന്നാലും ജാക്കിന്റെ കയ്യിലും ഒരു വലിയ ഗണ്ണുണ്ടായിരുന്നു. സോളോന്റെ നേരെ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ ഒരു വലിയ ഗൺ ഫൈറ്റ് ആവുന്നുണ്ട്. ജാക്ക് ആണെന്നുണ്ടെങ്കിൽ സോളോന്റെ നേരെ ഇങ്ങനെ തുരുതുരാന്ന് വെടി വെച്ചോണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരം അങ്ങനെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ജാക്കിന്റെ മുന്നിൽ സോളോയ്ക്ക് ഒട്ടും പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അവന്റെ ഗണ്ണിലുള്ള ബുള്ളറ്റുകൾ തീർന്നതുകൊണ്ട് തന്നെ സോളോ ഇപ്പൊ അവിടുന്ന് ഓടി പോവാണ്. ഇപ്പോ ജാക്ക് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവന്റെ ആ ഒരു ജീപ്പിന്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ജീപ്പിന് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലായിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ജാക്ക് അങ്ങനെ നിൽക്കാണ്. ഈ ഒരു ഗൺ ഫൈറ്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ജെന്ന ഒരു ബസിന്റെ അടിയിൽ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. ജാക്ക് ഇപ്പൊ അവളോട് വിളിച്ച് പറയാണ്, നീ ഇതിന്റെ അടിയിലുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ധൈര്യമായിട്ട് പുറത്തേക്ക് വന്നോ, ഞാനൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ ഒരു വിധത്തിൽ അവൾ ആ ഒരു ബസിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ജാക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവന്റെ ഈ ഒരു ജീപ്പായിട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ജീപ്പിന്റെ ഉള്ളിൽ നിന്ന് ഇവന്റെ ചില സാധനങ്ങളൊക്കെ പുറത്തെടുക്കുന്നുണ്ട്. അതിലുണ്ടായിരുന്ന ചെറിയൊരു ബോട്ടിന്റെ ഫോട്ടോ ഇപ്പോ ജാക്ക് എടുക്കുന്നുണ്ട്. ഇവന് ഒരുപാട് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ബോട്ട് വാങ്ങിയിട്ട് അതുകൊണ്ട് ലോകം മുഴുവൻ കറങ്ങണം എന്നാണ് അവന്റെ ഒരു ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഇങ്ങനെ കൂട്ടി വെച്ചോണ്ടിരിക്കുകയാണ് ആശാൻ. ജെന്നിപ്പോ ജാക്കിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, എനിക്ക് കാർത്തജന എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലേക്കാണ് പോകേണ്ടത്. അപ്പോ ഈ ഒരു ഭാഗത്തേക്ക് വേറെ ബസ് വരാനുള്ള സാധ്യത ഉണ്ടോന്ന് ജാക്കിനോട് അവള് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജാക്ക് പറയാണ്, ഇവിടേക്ക് ആഴ്ചയിൽ 1-2 ബസ്സുകൾ മാത്രമേ വരാറുള്ളൂ. അത് മാത്രമല്ല കാർത്തജന എന്ന് പറഞ്ഞ സ്ഥലം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ്. ഇവിടെ അടുത്ത് ഫോണൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു സിറ്റിയിലേക്ക് എന്നെ ഒന്ന് കൊണ്ടാക്കുമെന്ന് ജാക്കിനോട് ജെന്നിപ്പോ ചോദിക്കുന്നുണ്ട്. ജാക്ക് ഇപ്പൊ പറയാണ്, എനിക്ക് ഒരുപാട് പണിയുണ്ട്, അതുകൊണ്ട് നിന്റെ പുറകെ നടക്കാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബാഗും തൂക്കിയിട്ട് അവൻ അവിടെ പോകാനായിട്ട് നിൽക്കുകയാണ്. ജെന്നിപ്പോ അവനോട് പൈസ തരാന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോ ജാക്ക് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് എന്തോരം കാശ് തരുന്ന ചോദിക്കുകയാണ്. ജെന്നിപ്പോ $100 എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോ $100 ഈ ഒരു മിച്ചക്കാശൊക്കെ ആർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ പോവാൻ നിൽക്കുകയാണ്. അയ്യോ ചേട്ടാ പോലെ ഞാൻ 200 തരാം 300 തരാന്നൊക്കെ അവളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു വില പേശിയിട്ട് $500 കച്ചവടം ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ ജാക്ക് അവളെ അടുത്ത സിറ്റിയിലേക്ക് കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവളെയും കൂട്ടിയിട്ട് അങ്ങനെ നടക്കുകയാണ്. സോളോനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഒരു റോട്ടിൽ കൂടെ ഇങ്ങനെ വേഗം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ അവന്റെ തൊട്ട് മുന്നിലേക്ക് ഒരു കാറ് വരുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് റാൽഫ് ആയിരുന്നു. ഇപ്പൊ റാൽഫിന്റെ അടുത്ത് കൈ കാണിച്ചിട്ട് ആ ഒരു കാറ് നിർത്തുകയാണ്. സോളോ ഇപ്പോ അവന്റെ ID കാർഡ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ പോലീസാണ്, അതുകൊണ്ട് ഞാൻ പറയുന്ന ഭാഗത്തേക്ക് ഈ ഒരു വണ്ടി എടുക്ക്, അർജന്റ് ആണെന്ന് പറയുന്നുണ്ട്. റാൽഫിനാണെന്നുണ്ടെങ്കിൽ സോളോനെ നേരത്തെ തന്നെ അറിയാൻ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ സോളോ കാണാതെ അവന്റെ ഫേസ് ഒക്കെ മറച്ചു പിടിച്ചിട്ടാണ് റാൽഫ് ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പോയിട്ട് ഒരു പോലീസ് സ്റ്റേഷന്റെ മുന്നിലോട്ട് എത്തുന്നുണ്ട്. നോക്കുന്ന സമയത്ത് സോളോ ശരിക്കും പോലീസുകാരൻ തന്നെയായിരുന്നു. സോളോ ആ ഒരു പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. ജാക്കിനെ ജെന്നിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്. ഈ ഒരു മഴയത്ത് ഇവരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാക്ക് വളരെ വേഗത്തിൽ തന്നെ അതിലിങ്ങനെ നടന്നു പോവാണ്. എന്നാൽ ഒരുപാട് ലഗേജും തൂക്കി വരുന്ന നമ്മുടെ ജനയ്ക്ക് അവന്റെ ഒപ്പം എത്താനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവളിപ്പോ ജാക്കിനെ വിളിക്കുകയാണ്. എന്നിട്ട് അവനോട് പറയാണ്, ഞാൻ എന്തായാലും നിനക്ക് പണം തരുന്നതല്ലേ, അപ്പൊ ഈ ഒരു ലഗേജ് ഒക്കെ എടുക്കാനായിട്ട് നിനക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തോടെന്ന് ചോദിക്കുന്നുണ്ട്. ജാക്ക് ഇപ്പോ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഈ ഒരു പെട്ടിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഗോൾഡോ പണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്റെ കുറച്ച് തുണികൾ മാത്രമാണ് ഉള്ളത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇവളിത് പറഞ്ഞു തീർന്ന അതേ സമയത്ത് തന്നെ ഇവളുടെ ഈ ഒരു പെട്ടി എടുത്തിട്ട് അടുത്ത് കണ്ടിട്ടുള്ള ഒരു കാട്ടിലേക്ക് അവൻ വലിച്ചെറിയാണ്. ഇത് കണ്ടപ്പോ ജെന്നിനാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ജെന്നിപ്പോ അവന്റെ അടുത്ത് ചൂടാവാണ്. എന്തിനാണ് നീ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട്. ജാക്ക് പറയാണ്, ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ജീവനോട് ഇരിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോഴാണ് അവളൊരു തുണി. എന്നാൽ ഇത് പറഞ്ഞു തീർന്ന അതേ സമയത്ത് തന്നെ ജെന്ന് നിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്ത് മണ്ണിടിഞ്ഞിട്ട് ഇവള് താഴേക്ക് ഇങ്ങനെ പോവാണ്. ഇത് കണ്ടിട്ട് ജാക്ക് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ അവൻ നിൽക്കുന്ന ഭാഗത്തുള്ള ആ ഒരു മണ്ണും ഇപ്പൊ താഴേക്ക് ഒലിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഈ ഒരു ചെരുവിലൂടെ തെന്നി ഇപ്പൊ താഴേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോ താഴെ കുറെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടിയിട്ട് നേരെ ഒഴുകി വന്നിട്ട് ഈ ഒരു വെള്ളക്കെട്ടിലേക്ക് തന്നെ വീഴാണ്. ജാക്ക് ഇപ്പോ നൈസായിട്ട് എണീക്കാൻ നോക്കുന്നുണ്ട്. അവൻ ജെന്നിനോട് ചോദിക്കാണ്, എങ്ങനെ ഉണ്ടായിരുന്നു റൈഡൊക്കെ, അടിപൊളിയായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവളാണെന്നുണ്ടെങ്കിൽ ഇവന്റെ ഈ ഒരു ചോദ്യം കേട്ടിട്ട് കിളി പോയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. നമ്മളിപ്പോ റാൽഫിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഇപ്പോഴും ആ ഒരു പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫോൺ എടുത്തിട്ട് റാൽഫ് അവന്റെ കസിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എടാ നമ്മൾ അന്വേഷിച്ച് കിടക്കുന്ന ആ ഒരു ട്രഷറിന്റെ പുറകെ സോളോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രാന്തം പോലീസും വരുന്നുണ്ട്. അയാൾക്കും ഇതുപോലുള്ള ട്രഷറിന്റെ പുറകെ നടക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു വാണ്ടഡ് നോട്ടീസ് റാൽഫ് കാണുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അതിനകത്ത് അവന്റെ പടം തന്നെയാണുള്ളത്. പിടിച്ചു കൊടുക്കുന്നവർക്ക് $10,000 എന്നാണ് അതിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടപാടെ തന്നെ ആശൻ അത് വലിച്ചു കീറി കളയാണ്. ഇപ്പൊ നമ്മളെ ജെന്നിനെ ചാക്കിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് നടന്ന് മടുത്തിട്ട് ഇപ്പൊ ഒരു സ്ഥലത്ത് വന്ന് ഇരിക്കുന്നുണ്ട്. ജെന്നാണെന്നുണ്ടെങ്കിൽ അവളുടെ ഡ്രസ്സൊക്കെ കീറിപ്പോയിന്നുണ്ട്. ആ ഒരു വിഷമത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ അവനോട് പറയാണ്, നോക്ക് എന്റെ ഷർട്ടിന്റെ കൈ കീറിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ജാക്ക് ഇപ്പൊ അവിടേക്ക് നടന്നു വന്നിട്ട് ഇവളുടെ ചെരുപ്പ് എടുക്കുകയാണ്. എന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചിട്ട് ഇവളുടെ ചെരുപ്പിന്റെ ഹീല് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് കൊടുക്കുകയാണ്. ഈ ഒരു കാട്ടിക്കൂടെ നടക്കാനായിട്ട്
നോക്ക്, ഇതാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയമായപ്പോഴത്തേക്കും സോളോ അവന്റെ പോലീസുകാരൊക്കെ കൂട്ടിയിട്ട് ഇവരുള്ള ആ ഒരു ഭാഗം എങ്ങനെ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവര് നിൽക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് സോളോയും പോലീസുകാരും കൂട്ടിയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല, അവൻ തിരിച്ചു വെടിയേക്കാണ്. ഇപ്പൊ ഒരു ബൈനോക്കുലറൊക്കെ എടുത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഏയ് ഇയാൾ പോലീസുകാരനാണോ, ഇയാളുടെ അടുത്താണോ ഈശ്വര വടക്ക് പിടിച്ചത്, ഏത് സമയത്താണോ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്തിട്ട് ഇപ്പൊ സോളോവിനെയും ടീമിനെയും വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഇപ്പൊ ആ ഒരു ഭാഗത്തുനിന്ന് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പൊ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നൂറിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടിയിട്ട് കാടിന്റെ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോ വലിയൊരു കൊക്ക കാണാണ്. നോക്കുന്ന സമയത്ത് ഈ ഒരു കൊക്കയുടെ നടുക്ക് കൂടി ഒരു പഴയ പാലം ഉണ്ടായിരുന്നു. അത് കടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ. ജെന്നിപ്പോ പറയാണ്, വാ നമുക്ക് ആ ഒരു പാലത്ത് കൂടെ അപ്പുറത്തേക്ക് പോവാന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ജാക്ക് പറയാണ്, നിനക്കെന്താ പ്രാന്താണോ, ആ ഒരു പാലം കണ്ടാൽ തന്നെ അറിയില്ലേ അതിന്റെ അകത്ത് കൂടെ പോയിട്ടുണ്ടെങ്കിൽ താഴെ കിടക്കുന്നുള്ളത് ഒരുപാട് പഴയ ഒരു പാലാണത്. അവൻ പറയാണ്, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം, അവർ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ജാക്ക് അവിടെ ഇരിക്കുകയാണ്. ജെന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാലത്തിൽ കൂടെ കയറിയിട്ട് അപ്പുറത്ത് പോകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളിപ്പോ മെല്ലെ പാലത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷെ കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞപ്പോ ഒരു പലകയുടെ മുകളിൽ അവൾ കാല് വെക്കുന്നുണ്ട്. ഇപ്പോ ആ ഒരു പലക പൊട്ടിയിട്ട് താഴേക്ക് വീഴാണ്. എന്തോ ഭാഗ്യത്തിന് അവൾ ഒരു കാട്ടുവള്ളീന്റെ മുകളിൽ പിടിച്ചത് കൊണ്ട് തന്നെ അവൾ കൊക്കയിലേക്ക് വീഴുന്നില്ല. ഇപ്പൊ ആ ഒരു വള്ളിയിൽ തൂങ്ങി ആടിയിട്ട് അവൾ അപ്പുറത്തെ സൈഡിലേക്ക് എത്തുകയാണ്. ഈ സമയത്ത് പേടിച്ച് അവൾ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ശബ്ദം കേട്ടപ്പോഴാണ് ഇവൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയി എന്നുള്ള കാര്യം തന്നെ ഇവൻ അറിയുന്നത്. ഇവനും ആ ഒരു കാട്ടുവള്ളിയിൽ പിടിച്ചിട്ട് ഇപ്പൊ തൂങ്ങിയാടി അപ്പുറത്തേക്ക് കിടക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷെ അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്ന ആ ഒരു കല്ലിന്റെ മുകളിൽ പോയിട്ട് ഇവന് ഇടിച്ച് നിൽക്കുന്നുണ്ട്. ഇവന് കൃത്യമായിട്ട് അവിടെ ലാൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ആ ഒരു കല്ലിന്റെ മുകളിൽ കൂടെ പിടിച്ചു കയറിയിട്ട് അവൻ മേലെ എത്താണ്. ആ ഒരു കാടൊക്കെ വാങ്ങി മാറ്റിയിട്ട് മുന്നോട്ട് ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ജെൻ അവിടെ കുത്തിയിരുന്നിട്ട് ഒരു ചെറിയ ബോട്ടിൽ ഉണ്ടായിരുന്ന മദ്യം ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയാണ്. ആഹാ, ഇതും കുടിച്ചോണ്ട് ഇവിടെ ഇരിക്കുകയാണോ, എന്നൊന്നും വന്ന് ഹെൽപ്പ് ചെയ്യുന്നില്ല നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് അവൻ അങ്ങനെ തന്നെ കുടിക്കുന്നുണ്ട്. ജാക്കിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തി യൂസ് ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന കാടുകളൊക്കെ വെട്ടിമാറ്റി ഇവരിങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോ ജാക്കിന് മടുത്തിട്ടുണ്ട്. ഇനി കുറച്ചു നേരം നീ കാട് വെട്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു കത്തി അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആ ഒരു കാട് ഇങ്ങനെ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ഭാഗത്ത് വെട്ടിക്കഴിഞ്ഞപ്പോ കുറെ കാലങ്ങൾക്ക് മുന്നേ മരിച്ച ഒരാളുടെ ശവം അവിടെ ഇങ്ങനെ കാണുകയാണ്. ഇത് കണ്ടിട്ട് ഇവള് പേടിച്ചിട്ട് നേരെ ജാക്കിനെ കയറി കെട്ടിപ്പിടിക്കുന്നുണ്ട്. ജാക്ക് ഇപ്പോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കാടുകളൊക്കെ വെട്ടിമാറ്റി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് പണ്ടെപ്പോഴോ ഈ ഒരു ഭാഗത്ത് ക്രാഷായി വീണിട്ടുള്ള ഒരു കാർഗോ ഫ്ലൈറ്റ് ആണ് അത് എന്നുള്ളത്. ഇവർ കണ്ടിട്ടുള്ള ഒരുപാട് പഴക്കമുള്ള ചീഞ്ഞഴുകിയ ഈ ഒരു ഡെഡ് ബോഡി പ്ലെയിനിന്റെ പൈലറ്റിന്റേതായിരുന്നു. ജാക്കും ചെന്നും കൂട്ടിയിട്ട് ഈ ഒരു ഫ്ലൈറ്റിനെ ചുറ്റി കറങ്ങിയിട്ട് അതിന്റെ ബാക്ക് സൈഡിലേക്ക് പോവാണ്. നോക്കുന്ന സമയത്ത് ആ ഒരു ഭാഗം മുഴുവനും പൊട്ടിയിട്ട് ആ ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ കൂടെ ഇവർ ഉള്ളിൽ കയറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തില് മഴ നനയാതെ നിൽക്കാനായിട്ടുള്ള ഒരു സ്ഥലമായിട്ടുണ്ട്. ജാക്കിപ്പോ ആ ഒരു ഭാഗത്തൊക്കെ തപ്പി തെരഞ്ഞിട്ട് ഒരു ബോട്ടിൽ കയ്യിലെടുക്കുന്നുണ്ട്. നോക്കുമ്പോ അത് നാശമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു മദ്യം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജെന്നിന്റെ ബാഗില് ഈ ഒരു മാപ്പ് ജാക്ക് കാണുന്നുണ്ട്. അവൻ ആ ഒരു മാപ്പ് കയ്യിലെടുത്ത് നോക്കുന്നുണ്ട്. ഹേ, ഇതെന്തിന്റെ മാപ്പാ, കണ്ടിട്ട് എന്തോ ഒരു ട്രഷർ ഹണ്ടിങ് മാപ്പ് പോലെയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ജെന്നിപ്പോ ഒന്നും മിണ്ടാണ്ട് ആ ഒരു മാപ്പ് നൈസായിട്ട് വാങ്ങിയിട്ട് അവളുടെ ബാഗിൽ വെക്കുന്നുണ്ട്. നമ്മുടെ ജാക്ക് ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ഇവർക്ക് ചെറിയൊരു ക്യാമ്പ് ഫയർ പോലെയൊക്കെ ആക്കുന്നുണ്ട്. അവനിപ്പോ ജെന്നിനോട് ചോദിക്കുകയാണ്, നീ ആരാണ്, എവിടുന്നാണ് വരുന്നത്, ആ ഒരു മാപ്പ് എന്താണ്, മര്യാദക്ക് പറഞ്ഞോ, അല്ലാന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവം നിനക്കറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് അവളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെന്നിപ്പോ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്റെ ചേച്ചീനെ അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു മാപ്പ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആകെ സീനാവും. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവളിരിക്കുന്നതിന്റെ തൊട്ടു ബാക്കിലായിട്ട് ഒരു പാമ്പ് മെല്ലെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. നമ്മുടെ ജാക്കിപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് ആ ഒരു പാമ്പിനെ വെട്ടിയിട്ട് 2 പീസാക്കുന്നുണ്ട്. ഇപ്പൊ പാമ്പിനെ അവനിങ്ങനെ വലിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഒരു 1.5 മീറ്റർ നീളമുണ്ട് അതിന്. ജെന്നിപ്പോ ചോദിക്കുകയാണ്, ഈ പാമ്പിന് വിഷമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ജാക്കിപ്പോ പറയാണ്, വിഷമുള്ള പാമ്പാണ്, എന്നാലും ഒടുക്കത്തെ ടേസ്റ്റ് ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോ അതിനെ വെട്ടി പീസാക്കിയിട്ട് ഇവർ കൂട്ടിയിട്ടുണ്ടായിരുന്ന തീയില് ഈ പാമ്പിനെ ചുട്ടെടുത്തിട്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാക്ക് പറയുന്നുണ്ട്, അല്ല ആ ഒരു ട്രഷർ നമുക്ക് ആദ്യം തപ്പി കണ്ടുപിടിക്കാം, എന്നിട്ട് ആ ഒരു ട്രഷർ വെച്ച് ബാർഗൈൻ ചെയ്തിട്ട് നിന്റെ ചേച്ചിനെ നമുക്ക് അവരുടെ നിന്ന് രക്ഷിക്കാം എന്നൊക്കെ ഇങ്ങനെ അവൻ വലിയ മാസ്റ്റർ പ്ലാൻ ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജെന്നാണെന്നുണ്ടെങ്കിൽ അടിച്ച് കെട്ടായിട്ട് ഇപ്പൊ നിലത്തേക്ക് വീഴാണ്. ജാക്ക് ആ ഒരു മാപ്പ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ റാൽഫിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വഴിയിൽ എവിടെയോ കാറ് നിർത്തിയിട്ടിട്ട് ആ ഒരു കാറിൽ കിടന്നിട്ട് ആശാൻ നന്നായി തന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ വില്ലന്റെ കുറച്ച് ആളുകൾ ജീപ്പിൽ അതിലെ പാസ് ചെയ്തു പോകുന്ന സൗണ്ട് കേട്ടിട്ടാണ് റാൽഫ് ഞെട്ടി എണീക്കുന്നത്. വില്ലന്റെ ആൾക്കാർ ജാക്കിനെയും ജെന്നിനെയും തെരഞ്ഞിട്ട് ഈ ഒരു കാട് മൊത്തം ഇങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ജാക്കും ജെന്നും കൂട്ടിയിട്ട് പോയിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട്. അതിലിപ്പോ അവരിങ്ങനെ നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ മുഴുവനും തോക്കൊക്കെ ആയിട്ട് ഇവരുടെ ബാക്കിൽ തന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്നു വരുന്നുണ്ട്. ഈ ഒരു ഗ്രാമം കണ്ടാൽ തന്നെ അറിയാം അത്ര സുഖമുള്ള ഒരു സ്ഥലമല്ല എന്നുള്ളത്. ജാക്കിപ്പോ അവന്റെ തോക്കെടുക്കാനായിട്ട് മെല്ലെ നോക്കുന്നുണ്ട്. ജെന്ന് അവന്റെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവള് തിരിഞ്ഞിട്ട് ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് ആരുടെ അടുത്താണ് കാർ ഉള്ളത്, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു കാർ വേണമെന്ന് പറയാണ്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറയുന്നുണ്ട്, ഈ ഗ്രാമത്തിലെ കാർ ഉള്ളത് ജോണിന്റെ അടുത്ത് മാത്രമാണ്. നേരെ
നേരെ പോയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വീട് കാണാം. അതാണ് ജോണിന്റെ വീട്. അവിടെ പോയി അന്വേഷിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവര് പോയിട്ട് ജോണിന്റെ വീട്ടിലെത്താണ്. ഈ ഒരു മണി അടിച്ച സമയത്ത് ഇപ്പൊ വാതിൽ തുറന്നിട്ട് ജോൺ ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇവര് പറയാണ്, ഞങ്ങൾ ഒരുപാട് ദൂരെ നിന്ന് വരികയാണ്, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു കാർ വേണം, അത് വിലക്കാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ അല്ല റെന്റിനാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ജോൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാതിലിന്റെ ഉള്ളിൽ കൂടെ അവന്റെ തോക്ക് പുറത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് പറയാണ്, ജീവൻ വേണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ എന്ന് പറയുന്നുണ്ട്. ഇവരവിടുന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ഇവരെ തൊട്ട് മുന്നിലായിട്ട് ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പൊ ആ ഒരു വീടിന്റെ മുറ്റത്ത് അങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അവരുടെ കയ്യിലാണെങ്കിൽ തോക്കും കത്തിയും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പൊ ഇത് കണ്ട് പേടിച്ചിട്ട് ജെന്ന് പറയാണ്, നോവലിസ്റ്റ് ആയിട്ടുള്ള ജെൻ വൈൽഡറുടെ കാര്യത്തില് ഒരു തീരുമാനമായി മോനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജോൺ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, നിങ്ങളാണോ ആ ഒരു പ്രശസ്തിയായ നോവലിസ്റ്റ് ജെൻ വൈൽഡർ? ഇപ്പൊ അവള് പറയുന്നുണ്ട്, ആ ഞാൻ നോവലിസ്റ്റ് ഒക്കെ തന്നെയാണ്, പക്ഷെ അത്ര പ്രശസ്തിയൊന്നും ആയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ജോണിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാണ്. അവനിപ്പോ ഇവരെ രണ്ടുപേരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. ജാക്കിന് ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് അത്ഭുതമാവുകയാണ്. കാരണം കുറച്ചു മുന്നേ വരെ തോക്ക് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന ആളാണ് ജോണ്. അയാളിപ്പോ ഭയങ്കര ബഹുമാനത്തോടെയാണ് ഇവരോട് രണ്ടുപേരോടും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അയാളിപ്പോ പറയാണ്, ജെൻ വൈൽഡർ നിങ്ങളുടെ ഒരുപാട് ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെ നോവലുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവൾ എഴുതിയ ഒരുപാട് ബുക്കുകൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിലൊരു ബുക്ക് എടുത്തിട്ട് നമ്മുടെ ജാക്ക് എടുത്ത് നോക്കുകയാണ്. ജോൺ ഇപ്പൊ അവനോട് പറയുന്നുണ്ട്, ഞാൻ കുറഞ്ഞത് ഒരു 10 പ്രാവശ്യമെങ്കിലും ആ ഒരു നോവൽ വായിച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ നീ വെച്ചോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ബുക്ക് അവന് കൊടുക്കുകയാണ്. ജെന്നിപ്പോ പറയാണ്, ഞങ്ങള് ഒരു അപകടത്തിലാണ്, കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ പുറകെ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു കാർ വേണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയപ്പോഴത്തേക്കും സോളോയും അവന്റെ പോലീസുകാരും കൂടിയിട്ട് അന്വേഷിച്ച് പിടിച്ചിട്ട് ഇവർ ജോണിന്റെ വീടിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ജോണിന്റെ ഗ്യാരേജിൽ നിന്നും ഒരു ജീപ്പ് ഇപ്പോ പറന്ന് ചാടി പുറത്തേക്ക് വരികയാണ്. അതിന്റെ ഉള്ളില് ജാക്കും ജോണും ചെന്ന് ഇരിക്കുന്നത് നമ്മുടെ വില്ലൻ കാണാണ്. അവന്റെ കിളിക്കൂട് പറന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ജീപ്പിന് നേരെ ഷൂട്ട് ചെയ്ത് പുകയ്ക്കാനായിട്ട് അവന്റെ ടീമിനോട് വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഇവന്റെ വാനരസംഘം ആ ഒരു ജീപ്പിന് നേരെ തുരുതുരാന്നിങ്ങനെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വണ്ടി ഓടിക്കുന്നത് ആരാണ്? നമ്മുടെ ജോണ് തന്നെയാണ്. അവനിപ്പോ ഈ ഒരു ജീപ്പ് പോയിട്ട് അവിടുന്ന് പറന്ന് പോവാണ്. ജോണ് തലയും പോലും ഇല്ലാതെ ഈ ഒരു ജീപ്പ് ഇങ്ങനെ പറത്തുന്ന കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ജാക്കും ചെന്നും ആണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കിടന്ന് കാറി കൂയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ വില്ലന്റെ ആൾക്കാർ അവരുടെ ജീപ്പില് ഇവരുടെ പുറകെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ പോയി കുറെ ദൂരം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ജെന്ന് നോക്കുന്ന സമയത്ത് ഇവർ പോകുന്നതിന്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു പുഴ ഒഴുകുന്നത് അവള് കാണുകയാണ്. ദേ തൊട്ട് മുന്നിൽ അതൊരു പുഴ ഒഴുകുന്നു, മര്യാദയ്ക്ക് പോയിട്ടില്ലെങ്കിൽ അതിനകത്ത് മൂക്കും കുത്തി വീഴുന്നു പറയുന്നുണ്ട്. ജോൺ പറയാണ്, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലുള്ള ഒരു റിമോട്ട് എടുത്ത് ഞെക്കുന്നുണ്ട്. ഈ ഒരു പുഴയുടെ സൈഡിലായിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ചെറിയ പാലം പൊങ്ങി വരികയാണ്. ജോൺ ഇപ്പോ ജീപ്പിന്റെ സ്പീഡ് മാക്സിമം കൂട്ടുന്നുണ്ട്. അങ്ങനെ ഇവർ പോയിട്ട് ആ ഒരു പാലത്തിൽ കയറിയിട്ട് ജീപ്പ് എയറിലേക്ക് ഇങ്ങനെ പറക്കുകയാണ്. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ പോയി ലാൻഡ് ആവുന്നുണ്ട്. ഇപ്പൊ ജാക്കിനും ജിന്നിനും ഒരു ആശ്വാസം ആയിട്ടുണ്ട്. ജോൺ ഇപ്പൊ തിരിഞ്ഞിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു റിമോട്ട് ഞെക്കാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ ഒരു പാലം ഇപ്പൊ തിരിഞ്ഞിട്ട് 90 ഡിഗ്രിയിലാവാണ്. അതുകൊണ്ട് തന്നെ ഇവർ ചേസ് ചെയ്ത് വരുന്നുണ്ടായിരുന്ന വില്ലന്മാരുടെ ആ ഒരു ജീപ്പ് ഈ ഒരു പാലത്തിന്റെ മുകളിൽ ചെന്ന് ഇടിക്കുകയാണ്. നേരെ ഈ ഒരു പാലം പൊളിച്ചിട്ട് ആ ഒരു പുഴയിലേക്ക് പോയി വീഴുന്നുണ്ട്. പുറകിൽ വന്ന ആൾക്കാർ അവിടെ ചവിട്ടി നിർത്തുന്നുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് ആ ഒരു ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പില് ജോണും ജെന്നും ജാക്കും കൂടിയിട്ട് ആ ഒരു ഭാഗത്തുനിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരം പോയി കഴിഞ്ഞപ്പോ ഒരു റിമോട്ട് ആയിട്ടുള്ള പ്ലേസിൽ ഇവരിങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജാക്ക് ആണെന്നുണ്ടെങ്കിൽ ജെൻ എഴുതിയിട്ടുള്ള ആ ഒരു നോവല് അവിടെ വെച്ചിട്ട് വായിക്കുകയാണ്. ജോൺ ഇപ്പോ അവന്റെ വണ്ടീന്റെ കേടുപാടുകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നശിച്ചു പോയിട്ടുള്ള ഒരു മരം നമ്മുടെ ജാക്ക് കാണുന്നുണ്ട്. ഇത് കണ്ടപ്പോ തന്നെ അവരൊന്ന് ഞെട്ടുന്നുണ്ട്. ആ ഒരു ട്രഷർ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു മരമായിരുന്നു അത്. ജാക്ക് ഇപ്പൊ ഞെട്ടിയിട്ട് എല്ലാവരോടും വണ്ടി കയറി നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇവർ വണ്ടിയായിട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോ റാൽഫിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാൽഫ് ഒരു ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുന്ന് അവന്റെ കസിൻ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്താണ് ജാക്കും ജെന്നും കൂടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് വരുന്നത്. ജെന്നിനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ റാൽഫിന് നല്ല സന്തോഷമാവുന്നുണ്ട്. റാൽഫ് ഇപ്പോ അവന്റെ കസിനോട് പറയാണ്, ഞാൻ ആ ഒരു മാപ്പുമായിട്ട് തിരിച്ചു വരുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവര് കാണാതെ നൈസായിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. ജെന്നിപ്പോ എനിക്കൊന്ന് ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പില് ജാക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഹോട്ടലിലേക്ക് പോവാണ്. എന്നിട്ട് ഇവിടെ ഈ ഒരു ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുക്കുന്ന മെഷീൻ ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. ആ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഇവിടെ ഉണ്ട് എന്നിങ്ങനെ പറയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു മാപ്പ് തന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ കോപ്പി എടുത്തു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ അയാൾ അതിനെന്താ അതൊക്കെ നമുക്ക് സെറ്റാക്കാന്ന് പറയുന്നുണ്ട്. ജാക്ക് ഇപ്പൊ പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ ജെന്നിന്റെ അടുത്തേക്ക് പോവാണ്. എന്നാൽ ആ ഒരു സമയത്ത് തന്നെ ഇവര് പറഞ്ഞുറപ്പിച്ചിട്ടുള്ള ആ ഒരു $500 ജെന്ന് ജാക്കിനടുത്ത് കൊടുക്കുന്നുണ്ട്. അവൾ ഈ ഒരു പൈസ കൊടുത്തു കഴിഞ്ഞപ്പോ ജാക്ക് പറയാണ്, ഓ ഇത്രയും പൈസയൊക്കെ ഒരുമിച്ചിട്ട് കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത്. ശരി, അപ്പൊ നീ ഇവിടുന്ന് പോവാണല്ലേ? അപ്പൊ പോകുന്നതിന് മുന്നേ നീ നോക്ക്, ഡ്രസ്സൊക്കെ നന്നായിട്ട് മുഷിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു ഹോട്ടലിൽ ചെറിയൊരു റൂം എടുത്തിട്ടുണ്ട്. നീ ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. ജെന്നും ഇപ്പൊ അതിന് ഓക്കെ പറയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു ഹോട്ടലിലേക്ക് പോവാണ്. ജെന്ന് റൂമിലെത്തിയിട്ട് കുളിക്കാൻ കയറിയ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ജാക്ക് പോയിട്ട് മാപ്പ് അങ്ങോട്ട് അടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് അവൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ജെന്നാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുത്ത് കുളിച്ച് വൃത്തിയായിട്ട് ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. നോക്കുന്ന സമയത്ത് കട്ടിലിന്റെ മുകളിലാണെങ്കിൽ ജെന്നിന് വേണ്ടിയിട്ട് നമ്മുടെ ജാക്ക് നല്ലൊരു കിടുക്കാച്ചി ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ തന്നെ അവൾക്ക് ഒരുപാട് സന്തോഷമാണ്. ഇപ്പൊ ഈ ഒരു ഡ്രസ്സൊക്കെ അവൾ എടുത്തിടുന്നുണ്ട്.
പറയുന്നുണ്ട്. ഇവരുടെ ഈ ഒരു ഹോട്ടലിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. ജാക്ക് അവളെ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ അവിടെ പോയിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് രണ്ടുപേരും ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചിട്ട് ഇവരിപ്പോ ക്ലോസ് ആവാണ്. ജെന്നിനെ ഡാൻസ് ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അവര് ഡാൻസ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ഇവര് രണ്ടുപേരും പ്രണയത്തിലാവാണ്. ജാക്ക് ഇപ്പോ അവള് ഭയങ്കര ഡീപ്പായിട്ട് തന്നെ കിസ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ജാക്ക് പറയാണ്, നീ എന്റെ കയ്യിലുള്ള ആ ഒരു ബോട്ടിന്റെ ഫോട്ടോ കണ്ടിട്ടില്ലേ, ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് അതുപോലൊരു ബോട്ട് വാങ്ങണം, എന്നിട്ട് ലോകം മുഴുവനും ഇങ്ങനെ കറങ്ങി നടക്കണം, അതാണ് എന്റെ ആഗ്രഹം, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നിങ്ങനെ അവളോട് പറഞ്ഞ് അവളെ പ്രപ്പോസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ജെന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോണറിൽ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യത്തിന് അവളും ഓക്കെ പറയാണ്. എന്നാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ റാൽഫ് ഈ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇവരിരുന്ന സ്ഥലത്താണ് ജെന്നിന്റെ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റാൽഫ് അവിടെ ഉണ്ടായിരുന്ന ടേബിളിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നിറങ്ങി വന്നിട്ട് ആ ഒരു ബാഗിൽ നിന്ന് മാപ്പ് എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി ഇവനെ കൈയോടെ തന്നെ പൊക്കുകയാണ്. നീ എന്താടാ ടേബിളിന്റെ അടി കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചുമരിന് ചേർത്ത് നിർത്തിയിട്ട് നല്ല കുത്തു കൊടുക്കുന്നുണ്ട്. ആശാനിപ്പോ കരഞ്ഞോണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ജെന്നിപ്പോ പറയാണ്, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, നമുക്ക് ആദ്യം പോയിട്ട് ആ ഒരു ട്രഷർ കണ്ടുപിടിക്കാം, അതിനുശേഷം ആ ഒരു മാപ്പ് അവർക്ക് കൊടുത്തിട്ട് എന്റെ ചേച്ചീനെ രക്ഷപ്പെടുത്താം, പിന്നീട് നമുക്ക് ആ ഒരു ട്രഷർ വിറ്റിട്ടുള്ള പൈസയും കൊണ്ടിട്ട് ഈ ഒരു ലോകം മുഴുവനും കറങ്ങാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ജാക്കിനും സന്തോഷമാണ്. ഇവളിപ്പോ ഇവന്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ ജാക്ക് അടിച്ചു മാറ്റിയിട്ടുള്ള ആ ഒരു മാപ്പ് തിരിച്ച് അവളുടെ ബാഗിൽ തന്നെ കൊണ്ടുവയ്ക്കുകയാണ്. ജെന്നും ജോണും കൂടിയിട്ട് ആ ഒരു ഭാഗത്തു കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. സോളോന്റെ ടീം ഇപ്പൊ ആ ഒരു ഭാഗത്തേക്ക് വരുന്നത് ഇവര് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവര് പേടിച്ച് അവിടുന്ന് ഓടുകയാണ്. അങ്ങനെ ഓടിപ്പോകുന്ന സമയത്താണ് റോഡിന്റെ സൈഡിലായിട്ട് ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നത് ഇവര് കാണുന്നത്. അത് നമ്മുടെ റാൽഫിന്റെ കാറായിരുന്നു. ഇപ്പോ ഈ ഒരു കാറിന്റെ ഉള്ളിലേക്ക് ഇവര് കയറുന്നുണ്ട്. ജോൺ കാറിന്റെ എന്തൊക്കെയോ വയറൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇപ്പൊ അത് സ്റ്റാർട്ട് ആക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജെന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, എടാ താക്കോല് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, നീ എന്തിനാ പിന്നെ ആവശ്യമില്ലാത്ത പണിയെടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ അവർ ആ ഒരു കാറും എടുത്തിട്ട് ഇപ്പൊ മുന്നോട്ടേക്ക് പോവുകയാണ്. എന്നാൽ ഇതേ സമയത്ത് കാറിന്റെ ബാക്കിലായിട്ട് നമ്മുടെ റാൽഫ് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവനിപ്പോ ഈ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടിട്ട് മെല്ലെ എണീക്കുകയാണ്. നോക്കുന്ന സമയത്ത് ജാക്കും ചെന്നും കൂടിയിട്ട് കാർ ഓടിക്കുന്ന കാര്യം ഇവൻ കാണുന്നുണ്ട്. റാൽഫ് ഇപ്പോ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ പതുങ്ങിയിരിക്കുകയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാറും എടുത്തിട്ട് ഈ ഒരു ട്രഷർ മാപ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തപ്പിയിട്ട് അവരങ്ങനെ പോവുകയാണ്. ഇവർ ഈ ഒരു കാറുമായിട്ട് പോകുന്നത് നമ്മുടെ സോളോന്റെ ഒരാൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവനിപ്പോ സോളോനെ വിളിച്ച് പറയാണ്. അങ്ങനെ ഇവർ ഈ ഒരു മാപ്പ് നോക്കി പോയിട്ട് ഒരു പ്രത്യേക ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോ ഇനി എങ്ങോട്ടാ പോണ്ടേന്ന് മനസ്സിലാവാതെ അവരവിടെ നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ഒരു പ്രത്യേക ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ ശബ്ദം കേട്ട സമയത്ത് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇവർ ഓടുകയാണ്. ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ഈ ഒരു വെള്ളച്ചാട്ടം ആ ഒരു മാപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും ആ ഒരു നിധി ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗം മുഴുവനും ഇപ്പൊ ഇവർ തെരഞ്ഞു നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് വലിയൊരു ഗുഹ അവിടെ കാണാണ്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറി നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഇവർ നിൽക്കുന്നതിന്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു വെള്ള ലിക്വിഡ് നിറഞ്ഞിട്ടുള്ള ചെറിയൊരു കുളം ഇവർ കാണാണ്. ജാക്ക് പറയാണ്, ഇതിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും മിക്കവാറും ആ ഒരു ട്രഷർ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് മെല്ലെ നടന്നിട്ട് ആ ഒരു കുഴിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ജാക്ക് ഇപ്പോ അതിന്റെ ഉള്ളിൽ കൈയിട്ട് ഇങ്ങനെ തിരയാണ് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അവന്റെ കയ്യിലേക്ക് ഒരു വലിയ പാക്കേജ് തടയുന്നുണ്ട്. പുറത്തെടുത്തിട്ട് അത് അഴിച്ചു നോക്കുന്ന സമയത്താണെങ്കിൽ അതിന്റെ ഉള്ളില് ഒരു മൊയലിന്റെ പ്രതിമയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കണ്ടിട്ട് ജാക്ക് ആണെങ്കിൽ സാഡ് ആവുകയാണ്. ഈ ഒരു പ്രതിമയ്ക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും ദൂരം നമ്മൾ കഷ്ടപ്പെട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ ജാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജെന്നിപ്പോ പറയാണ്, എന്റെ കയ്യിലാണ് ആ ഒരു നിധി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊരു പാവയിലായിരിക്കും ഞാൻ ഒളിപ്പിച്ചു വെക്കുക, അത് പൊട്ടിച്ചു നോക്കാനായിട്ട് പറയാണ്. അവള് പറഞ്ഞതുപോലെ ജാക്ക് ആ ഒരു പ്രതിമ പൊട്ടിച്ചു നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവള് പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഉള്ളില് വലിയൊരു ഡയമണ്ട് ഉണ്ടായിരുന്നു. ഈ ഒരു ഡയമണ്ട് കണ്ടപ്പോ തന്നെ ഇവരുടെ കിളി പോവാണ്. ജാക്ക് ഇപ്പൊ പറയാണ്, ഒരു 10 കിലോ സ്വർണം കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ അത്രയൊന്നും എത്തൂല, അത്രയും വിലമതിപ്പുള്ള ഒരു ഡയമണ്ട് ആണ് ഇത് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇവരുടെ തൊട്ട് ബാക്കിലായിട്ട് റാൽഫിന്റെ സൗണ്ട് അവിടെ ഉയർന്നു കേൾക്കുകയാണ്. നോക്കുന്ന സമയത്ത് റാൽഫ് ഒരു ഗണ്ണും പിടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവനിപ്പോ പറയാണ്, എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു രത്നം കണ്ടുപിടിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്, മര്യാദയ്ക്ക് ആ ഒരു രത്നം എന്റെ കയ്യിലുള്ള ഈ ഒരു ബാഗിലേക്ക് ഇടാനായിട്ട് പറയാണ്. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ജാക്ക് ആ ഒരു ഡയമണ്ട് ഇവന്റെ കയ്യിലുള്ള ബാഗിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. റാൽഫ് ഇപ്പോ അവർ ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് ഇപ്പൊ ഈ ഒരു ഗുഹയുടെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാറിന്റെ അടുത്ത് എത്തിയ സമയത്ത് തന്നെ റാൽഫ് പറയാണ്, മര്യാദയ്ക്ക് വണ്ടിയിലേക്ക് കയറിക്കോ. ഇത് കേട്ടിട്ട് ജെന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാണ്. ജാക്ക് ഇപ്പൊ വണ്ടിയിലേക്ക് കയറാൻ നിന്ന് അതേ സമയത്ത് തന്നെ റാൽഫ് എന്തോ കൊണ്ട് പേടിച്ചിട്ട് അവിടുന്ന് ഓടുന്നുണ്ട്. ഇവര് തിരിഞ്ഞു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ സോളോ വലിയൊരു പടയായിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ജെന്ന് ആ ഒരു കാർ എടുത്തിട്ട് അതിവേഗത്തില് അവിടുന്ന് പാഞ്ഞു പോകുന്നുണ്ട്. സോളോന്റെ ടീമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടേക്ക് പറന്നെത്തിയിട്ടുണ്ട്. ജെന്നാണെന്നുണ്ടെങ്കിൽ ഒരു കൺട്രോളും ഇല്ലാതെ ആ ഒരു കാർ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാക്ക് ഇപ്പോ ഈ ഒരു കാറിന്റെ റൂഫ് ടോപ്പിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. റാൽഫ് പോയതിന്റെ പുറകെയാണ് ഇവർ ഈ ഒരു കാറിൽ വരുന്നത്. കാറ് റാൽഫിന്റെ തൊട്ടടുത്തെത്തിയ അതേ സമയത്ത് തന്നെ ജാക്ക് നേരെ റാൽഫിന്റെ മുകളിലേക്ക് ചാടി വീഴുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഡയമണ്ടും എടുത്തിട്ട് അവനവിടുന്ന് ഓടുകയാണ്. ഈ ഒരു സമയപ്പോഴത്തേക്കും സോളോ അവന്റെ ടീമുമായിട്ട് ഇവരുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ജാക്കിന് വണ്ടിയിൽ കയറാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ജെന്ന് വണ്ടി ഒന്ന് സ്ലോ ആക്കി കൊടുക്കുന്നുണ്ട്. ജാക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉറക്കെ വിളിച്ചു പറയാണ്, സ്ലോ ആക്കല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും കയറിക്കോളാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ അവനിപ്പോ ചാടിയിട്ട് ആ ഒരു വണ്ടിയിലേക്ക് കയറുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു കാറിൽ മുന്നോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റാൽഫ് ഇപ്പോ സോളോന്റെ ആ ഒരു ടീമിന്റെ ഇടയിൽ പോയി പെട്ടിട്ടുണ്ട്.
വരുന്നുണ്ട്. ജാക്കും ജെന്നും കൂടിയിട്ട് ആ ഒരു കാറിൽ പറന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ സോളോന്റെ കുറച്ച് ടീംസ് ഇവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൺട്രോൾ പോയിട്ട് ജെന്നിപ്പോ റോഡേ ഇല്ലാത്തൊരു ഭാഗത്തേക്ക് ഇവളീ ഒരു കാർ കൊണ്ടുവന്ന് കയറ്റാണ്. ഒരു കൺട്രോളും ഇല്ലാതെ അതങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാക്ക് ഇപ്പൊ ചോദിക്കുന്നുണ്ട്, നീ എന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചോണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറയുന്ന പോലെ ഒന്നുമല്ല പോകുന്നത്, കാറിന്റെ ഇഷ്ടത്തിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ കൺട്രോൾ തെറ്റിയിട്ട് കാർ അവിടെ ഉണ്ടായിരുന്ന ഒരു പുഴയിലേക്ക് നേരെ പോയി വീഴുകയാണ്. നല്ല അടിയൊഴുക്കുള്ള പുഴ ആയതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒഴുകുന്ന ഡയറക്ഷനിലേക്ക് തന്നെ കാർ ഒഴുകി പോവാണ്. ജെന്നാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് തിരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ജാക്ക് പറയാണ്, എന്തിനാണ് ഇപ്പൊ അതിന്റെ മുകളിൽ പിടിച്ച് തൂങ്ങുന്നത്, അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവരുടെ തൊട്ട് മുന്നിലായിട്ട് വലിയൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് തന്നെ ഇവരുടെ കാർ ഇങ്ങനെ ഒഴുകി പോവാണ്. ജാക്കും ജെന്നും ഡോർ തുറന്ന് പുറത്തേക്ക് ചാടുന്നുണ്ട്. പുഴയുടെ താഴ്ഭാഗത്തെത്തി അതേ സമയത്ത് തന്നെ ഈ ഒരു വെള്ളത്തിന്റെ ശക്തി കാരണം ഇവർ രണ്ട് കരയിലേക്കായിട്ട് ഇങ്ങനെ ഒഴുകി എത്തുകയാണ്. ജാക്കിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലാണ് ആ ഒരു ഡയമണ്ട് ഉള്ള ബാഗ് ഉള്ളത്. ജെന്നന്റെ കയ്യിൽ ഇപ്പൊ ആ ഒരു മാപ്പും ഉണ്ട്. ജാക്ക് ഇപ്പോ അവിടുന്ന് ഉറക്കെ വിളിച്ചു പറയാണ്, നിന്റെ കയ്യിലല്ലേ ആ ഒരു മാപ്പ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ആ ഒരു മാപ്പുമായിട്ട് നിന്റെ ചേച്ചിനെ പോയി രക്ഷിക്കുക, അപ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാന്ന് പറയാണ്. ജാക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കേട്ടപ്പോ തന്നെ അവനോടുള്ള ട്രസ്റ്റ് മുഴുവനും നമ്മുടെ ജെന്നിന് നഷ്ടപ്പെടുകയാണ്. അവളിപ്പോ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, നീ ആ ഒരു ഡയമണ്ടുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചു വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ജാക്ക് പറയാണ്, വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയപ്പോഴത്തേക്കും സോളോന്റെ ടീംസ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവർ ജാക്കും ജെന്നും നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ തുരുതുരാന്ന് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ ഇവർ രണ്ട് ഭാഗത്തേക്കും ചെതറി ഓടുകയാണ്. ജെന്നിപ്പ് എങ്ങനെയൊക്കെയോ ട്രാവൽ ചെയ്തിട്ട് കാർത്തജനയിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് റാൽഫിന്റെ കസിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട്, എന്റെ കയ്യിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു മാപ്പ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഉടനെ എന്റെ ചേച്ചീനെ കാണണം എന്നൊക്കെ അവളിങ്ങനെ പറയാണ്. നേരെ ഒന്ന് ഇരുട്ടട്ടെ, രാത്രി ആവുന്ന സമയത്ത് എന്നെ വന്ന് കാണാനായിട്ട് പറഞ്ഞിട്ട് ഒരു സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജെന്നാണെന്നുണ്ടെങ്കിൽ രാത്രി വരെ ജാക്കിനെ കാത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടും ജാക്ക് അവിടെ എത്താത്തതുകൊണ്ട് തന്നെ വളരെ വിഷമത്തോടെ അവൾ ഒറ്റയ്ക്ക് തന്നെ റാൽഫിന്റെ കസിന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് ജെൻ എത്തിയിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് ജെന്നിന്റെ ചേച്ചീനെ അവൾ അവിടെ കാണുന്നുണ്ട്. ചേച്ചിനെ കണ്ടപ്പോ തന്നെ അവൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഇപ്പൊ അയാൾ അവിടുന്ന് വിളിച്ചു പറയാണ്, ആ മാപ്പ് അത് എന്റെ കയ്യിലേക്ക് കൊണ്ടാ, അത് ജെനുവൻ ആയിട്ടുള്ള മാപ്പ് ആണെന്നുണ്ടെങ്കിൽ നിന്റെ ചേച്ചീനെ അങ്ങോട്ടേക്ക് അയക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ജെന്നിപ്പോ ആ ഒരു മാപ്പ് തുറന്ന് കാണിക്കുകയാണ്. റാൽഫിന്റെ കസിൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു പ്രത്യേക തരം കണ്ണട വെച്ചിട്ട് ആ മാപ്പ് ഒറിജിനൽ ആണോ എന്ന് ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അത് ഒറിജിനൽ ആയിട്ടുള്ള മാപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജെന്നിന്റെ ചേച്ചീനെ ഇപ്പൊ റിലീസ് ചെയ്യുന്നുണ്ട്. ജെന്നോടി പോയിട്ട് അവളുടെ ചേച്ചീനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയം ആയപ്പോഴത്തേക്കും ജാക്ക് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ സോളോയും അവന്റെ ടീംസ് കൂടിയിട്ട് ജാക്കിനെ നേരത്തെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്തേക്ക് ഇവനെ ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് ഇങ്ങനെ വരികയാണ്. ജാക്കിനെ കണ്ടു കഴിഞ്ഞപ്പോ ജെന്നിന് ഒരു ആശ്വാസം ആവുന്നുണ്ട്. നേരത്തെ ഉണ്ടായിട്ടുള്ള ആ ഒരു ചേസില് റാൽഫിനെ ഇവര് പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് എല്ലാവരും മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സോളോ അറിയുന്നത്. സോളോ ഇപ്പൊ നടന്നു വന്നിട്ട് ആ ഒരു മാപ്പ് നമ്മുടെ റാൽഫിന്റെ കസിന്റെ അടുത്ത് വാങ്ങാണ്. എന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഈ മാപ്പ് അങ്ങോട്ട് കത്തിച്ച് കളയുന്നുണ്ട്. ഇത് കണ്ടിട്ട് റാൽഫിന്റെ കസിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ എന്താ ഈ ചെയ്യുന്നതെന്ന് സോളോനോട് ചോദിക്കുകയാണ്. സോളോ ഇപ്പൊ പറയുന്നുണ്ട്, ട്രഷറൊക്കെ ഇവര് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇനി ഇപ്പൊ എന്തിനാ ഈ ഒരു മാപ്പ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇവരുടെ ഈ ഒരു കോട്ടയില് ഒരുപാട് മുതലകൾ ഉണ്ടായിരുന്നു. ജെന്നിനെ പിടിച്ചിട്ട് ഈ മുതലുള്ള കുളത്തിലേക്ക് ഇങ്ങനെ തള്ളിയിടാനായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ജാക്കിനോട് വിളിച്ചു പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ആ ഒരു ഡയമണ്ട് എനിക്ക് തരുകയാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല, അതല്ല വിളച്ചിലെടുക്കാനുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇവൾ ഈ മുതല കുഞ്ഞുങ്ങൾക്ക് തീറ്റയായി മാറും എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ടിട്ട് ജാക്ക് അവിടെ കിടന്നിട്ട് മെല്ലെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാരും തന്നെ അത്ഭുതപ്പെട്ടിട്ട് അവനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നോക്കുന്ന സമയത്ത് ജാക്ക് അവന്റെ അണ്ടർവെയറിന്റെ ഉള്ളിലായിരുന്നു ആ ഒരു ഡയമണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവനെങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഡയമണ്ട് ഇവന്റെ പാന്റിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ താഴേക്ക് വീഴാണ്. ഈ ഒരു ഡയമണ്ട് കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ജാക്ക് പറ്റുമെങ്കിൽ പിടിച്ചോന്ന് പറഞ്ഞിട്ട് അവന്റെ കാലുകൊണ്ട് തോണ്ടി ഒരു ഏറെ എറിയുന്നുണ്ട്. ഡയമണ്ട് ഇപ്പൊ നേരെ പൊങ്ങിപ്പോയിട്ട് മുതലകളൊക്കെയുള്ള ആ ഒരു കുളത്തിലേക്ക് വീഴാൻ പോവാണ്. ഡയമണ്ട് ആ ഒരു വെള്ളത്തിലേക്ക് വീഴാൻ പോകുന്നതിന്റെ തൊട്ട് മുന്നേ നമ്മുടെ സോളോ അത് ചാടി പിടിക്കുന്നുണ്ട്. ഈ ഒരു ഡയമണ്ട് ഇനി എനിക്ക് സ്വന്തം എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ വെള്ളത്തിൽ നിന്ന് ഒരു മുതല പൊങ്ങി വന്നിട്ട് സോളോന്റെ കൈയിന്റെ പകുതിയും ആ ഒരു ഡയമണ്ടും കൊണ്ട് അവിടുന്ന് പോവാണ്. സോളോ ഉറക്കെ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പില് ജാക്ക് അവിടെ കിടന്നിട്ടുണ്ടായിരുന്ന ഒരു ഗൺ എടുത്തിട്ട് എല്ലാരും ഷൂട്ട് ചെയ്യാണ്. ഇപ്പൊ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന എല്ലാ ടീമും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊരു വലിയ ഗൺ ഫൈറ്റ് ആയിട്ട് മാറുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് സോളോന്റെ കയ്യിൽ കടിച്ചിട്ടുള്ള ആ ഒരു മുതല ഇപ്പൊ കരയിലേക്ക് കയറി വന്നിട്ടുണ്ട്. അതിപ്പോ ഇങ്ങനെ ഈ ഒരു കുളത്തുനിന്ന് മേലേക്ക് ഇങ്ങനെ കയറി പോവാണ്. ജാക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മുതല പോകുന്നതിന്റെ പുറകെ തന്നെ മെല്ലെ മെല്ലെ ഇങ്ങനെ പോയി നോക്കുന്നുണ്ട്. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും റാൽഫിന്റെ കസിൻ അവിടുന്ന് 100 ഓടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിൽ കയറിയിട്ട് നൈസായിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് എസ്കേപ്പ് ആവാണ്. റാൽഫ് അവന്റെ പുറകെ ഓടി നോക്കുന്നുണ്ടെങ്കിലും റാൽഫ് അവിടെ എത്തിയപ്പോഴത്തേക്കും കസിൻ പമ്പ കടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ജെന്നും അവളുടെ ചേച്ചിയും കൂട്ടിയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ഓടുകയാണ്. എന്നാൽ സോളോ അവരുടെ പുറകെ തന്നെ വരുന്നുണ്ട്. സോളോ ഇപ്പൊ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുകയാണ്. എന്നാൽ ജെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു കത്തി എടുത്തിട്ട് അയാളുടെ നെഞ്ചിലേക്ക് തന്നെ എറിയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് സോളോ അവന്റെ കയ്യിലുണ്ടായിരുന്ന പലക എടുത്തിട്ട് ആ ഒരു കത്തി തടയുന്നുണ്ട്. നീ എനിക്ക് നേരെ കത്തി എറിയാനായോ, നിന്നെ ഞാനൊന്ന് കൊല്ലാൻ വേണ്ടി പോവാന്ന് പറഞ്ഞിട്ട് അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോളോ മുന്നോട്ടേക്ക് വരികയാണ്. ജോൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മുതലയുടെ പുറകെ പോകുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഈ ഒരു മുതല നിരങ്ങി പോയിട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കടലിലേക്ക് ചാടാനായിട്ട് നിൽക്കുകയാണ്. ജാക്കിപ്പോ ഓടി വന്നിട്ട് മുതലേനെ വിടാതെ അതിന്റെ
വാലിങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ്. മുതല ഇപ്പൊ എങ്ങനെയെങ്കിലും കടലിലേക്ക് ചാടാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. ജാക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ വാലിൽ ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ്. ആ ഡയമണ്ട് തരാതെ നിന്നെ വിടില്ലടാ മുതലേടെ മോനെ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഈ ഒരു സമയത്തേക്കും ജെന്നിന്റെ കഴുത്തിലേക്ക് കത്തി വെച്ചിട്ട് റാൽഫിന്റെ കസിൻ വളർത്തുന്ന ആ ഒരു മുതലയുടെ കൂടിന്റെ മോളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അവളിപ്പോ ഉറക്കെ കിടന്നിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാക്ക് എന്നെ രക്ഷിക്കുന്നങ്ങനെ അലറി വിളിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ജാക്കിന് കൺഫ്യൂസ് ആവാണ്. ഇപ്പൊ മുതലേനെ വിട്ടിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടി പോണോ, അല്ലെങ്കിൽ ഈ ഒരു മുതലേനെ പിടിച്ചിട്ട് അതിന്റെ വായിൽ നിന്നും ആ ഒരു ഡയമണ്ട് എടുക്കണോ, ഏതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് എന്ന് അവനിങ്ങനെ മാറ്റി മാറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആ ഒരു മുതലയുടെ പിടിവിട്ടിട്ട് ഗണ്ണുമായിട്ട് ഇവള് നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഓടുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്തേക്കും ജെന്ന് സോള വലിച്ചുകൊണ്ടിരുന്ന ആ ഒരു ചുരുട്ടെടുത്തിട്ട് അവന്റെ മുഖം തന്നെ പൊള്ളിച്ചു വിടുകയാണ്. സോള വേദന കൊണ്ട് പൊളഞ്ഞിട്ട് അവിടുന്ന് പെണീറ്റ് മാറുന്നുണ്ട്. സോള അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് നമ്മുടെ ജെന്നിനെ കുത്താനായിട്ട് ഓടി വരുന്നുണ്ട്. പക്ഷെ കറക്റ്റ് ആയിട്ട് അവൾ അവിടുന്ന് മാറിക്കൊടുക്കുകയാണ്. ഇവൻ നേരെ ആ ഒരു മുതലക്കുഞ്ഞുങ്ങളുടെ കൂട്ടിലേക്ക് തന്നെ പോയി വീഴാണ്. അങ്ങനെ ആശാന്റെ കഥ അവിടെ തീരുകയാണ്. ഈ ഒരു സമയത്തേക്കും ജാക്ക് അങ്ങോട്ടേക്ക് ഓടി എത്തിയിട്ടുണ്ട്. അവന്റെ കാര്യം നീ ഒറ്റയ്ക്ക് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ആ ഒരു മുതലേന്റെ വായിന്ന് ഡയമണ്ട് എടുത്തേനെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്തേക്കും ഈ ബിൽഡിങ്ങിനെ മുഴുവനും ചുറ്റിയിട്ട് ഒരുപാട് പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഫ്യൂച്ചറിൽ വീണ്ടും നമുക്ക് കാണാന്ന് പറഞ്ഞിട്ട് ജാക്ക് ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കടലിലേക്ക് ചാടുകയാണ്. അങ്ങനെ ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ 6 മാസമായിട്ടുണ്ട്. ജെന്ന് അവളുടെ ചേച്ചീനെ കൂട്ടിയിട്ട് അമേരിക്കയിൽ വന്ന് സെറ്റിൽ ആയിട്ടുണ്ട്. ജെന്നിന്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഈ ഒരു കാര്യങ്ങള് അവളൊരു നോവലാക്കി എഴുതുകയാണ്. ഈ ഒരു നോവലിന്റെ പണിയൊക്കെ തീർത്തിട്ട് ഇപ്പോ പബ്ലിഷറിന്റെ അടുത്ത് കൊണ്ടേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നോവലിന്റെ അവസാനം ജെന്നും ജാക്കും ഒരുമിച്ച് ചേർന്നിട്ട് ലോകം മുഴുവനും അവരുടെ ആ ഒരു ബോട്ടിൽ ഇങ്ങനെ കറങ്ങി എന്നൊക്കെയായിരുന്നു അതിന്റെ ക്ലൈമാക്സ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നോവൽ വായിച്ചിട്ട് പബ്ലിഷർ ആയിട്ടുള്ള ഗ്ലോറിയ ഒരുപാട് ഇമോഷണൽ ആയിട്ട് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോ പറയാണ്, നീ എഴുതിയിൽ വെച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു ബുക്കാണത്, ഈ ഒരു ബുക്ക് എന്തായാലും സൂപ്പർ ഹിറ്റ് ആവുമെന്ന് അവളോട് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവളിപ്പോ അവളുടെ വീട്ടിലേക്ക് സന്തോഷത്തോടെ ഇങ്ങനെ നടന്നു വന്നോണ്ടിരിക്കുകയാണ്. പക്ഷേ അവളുടെ വീടിന്റെ മുന്നിൽ എത്തി കഴിഞ്ഞപ്പോ ഒരു വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കുന്ന സമയത്ത് ഒരു വലിയ ബോട്ട് കാണാണ്. ജാക്കിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോയിലുള്ള ആ ഒരു ബോട്ട് തന്നെ ആയിരുന്നു അത്. ഇത് കണ്ടിട്ട് അവൾ അതിശയത്തോടെ അതിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പോ ഈ ഒരു ബോട്ടിന്റെ മുകളിലായിട്ട് ജാക്കും ഉണ്ടായിരുന്നു. അവനിപ്പോ ജെന്നിനെ വിളിക്കുകയാണ്. എന്നിട്ട് മുകളിലേക്ക് കയറി വരാൻ വേണ്ടി പറയുന്നുണ്ട്. ഇത് നീ വാങ്ങിച്ചിട്ടുള്ള ബോട്ടാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവൻ പറയാണ്, അതെ ഇത് ഞാൻ വാങ്ങിയ ബോട്ടാണ്. എടാ ഇത്രയും പൈസക്ക് നീ എവിടുന്ന് ഒപ്പിച്ചെന്ന് പറയുന്നുണ്ട്. അവൻ പറയാണ്, അന്ന് രാത്രി ഞാൻ ആ ഒരു കടലിലേക്ക് ചാടിയില്ലേ, അവിടുന്ന് ആ ഒരു മുതലായിട്ട് വലിയൊരു ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അവസാനം ആ ഒരു മുതലേനെ ഞാൻ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്തു. അങ്ങനെ അതിന്റെ വായിൽ നിന്നും ആ ഒരു ഡയമണ്ട് എടുത്തിട്ട് അത് വിറ്റ് ഒരുപാട് കാശുണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോകം മുഴുവൻ കറങ്ങാൻ വേണ്ടി പോവാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെ ഇങ്ങനെ ചുംബിക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ട് റൊമാൻസിങ് സ്റ്റോൺ എന്ന ഈ ഒരു സിനിമ ഇവിടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ആയിട്ട് എഴുതണേ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുവരെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.